ചേച്ചി, എനിക്ക് ആ ഗോൾഡ് കിട്ടിയേ പറ്റത്തുള്ളൂ. നീ അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഇത്ര പെട്ടെന്ന് എന്നോട് ഗോൾഡ് ഒക്കെ ചോദിച്ചാ ഞാനിപ്പോ എവിടെ നിന്ന് എടുത്തു തരാനാ? നീ കുറച്ചും കൂടി ഒന്ന് ക്ഷമിക്ക്. ചേച്ചി, എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. അച്ചുമോളുടെ എക്സാം ഫീസ് പോലും ഞാൻ ഇതുവരെ അടച്ചിട്ടില്ല. എന്റെ കയ്യിൽ ഇനി വിൽക്കാൻ ഒരു തരി പൊന്നു പോലും ഇല്ല. ചേച്ചിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ എന്റെ കൊച്ചിന്റെ കഴുത്തേലും കാതിലും കിടന്ന മാലയും വളയൊക്കെ ഞാൻ ഊരി തന്നത്. അത് പിന്നെ നീ ഇപ്പൊ ഇത്ര പെട്ടെന്ന് അതങ്ങ് തിരിച്ചു ചോദിക്കുന്നു ഞാൻ അറിഞ്ഞോ? അതുകൊണ്ട് ഞാനതങ്ങ് വിറ്റു. വിറ്റോ? ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? എന്റെ കൊച്ചിന്റെ കാതലും കഴുത്തിലും കിടന്ന സ്വർണം വിൽക്കാൻ ചേച്ചിയോട് ആരാ പറഞ്ഞത്? അതിനവള് നിന്റെ മാത്രം മോളല്ലല്ലോ, എന്റെ കൂടെ മോളല്ലേ. അപ്പൊ എനിക്ക് ഇച്ചിരി കാശിന് അത്യാവശ്യം വന്നപ്പം ഞാനതങ്ങ് വിറ്റു. കുറച്ച് പൈസ ഒരുമിച്ച് കിട്ടുമ്പം അച്ചുമോൾക്ക് അതേപോലത്തെ മാലയും കമ്മലൊക്കെ എടുത്തു കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. ഇത്ര പെട്ടെന്ന് നീ കയറി വന്ന് സ്വർണ്ണമൊക്കെ ചോദിക്കുന്നു ഇപ്പൊ ഞാൻ അറിഞ്ഞോ? പിന്നെ അത് മാത്രമല്ല, അമ്മയുടെ ട്രീറ്റ്മെന്റിന് എത്ര രൂപയായെന്നാ? അതിൽ നിന്നൊക്കെ കുറച്ച് കാശ് എടുത്തിട്ടാ ഞാൻ ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്തത്. എന്റെ മാത്രം അമ്മയല്ലല്ലോ, നിന്റെ കൂടെ അമ്മയല്ലേ. ദേ ചേച്ചി, അനാവശ്യം പറയരുതേ. ഞാൻ എപ്പോഴും അമ്മയുടെ ട്രീറ്റ്മെന്റിന് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ളത്? അമ്മയ്ക്ക് ഓരോ തവണ അസുഖം വരുമ്പോഴും ഞാനല്ലേ ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ചേച്ചിയുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഞാൻ മേടിച്ചിട്ടുണ്ടോ? ഞാനല്ലേ ബില്ല് മൊത്തം പേ ചെയ്തോണ്ടിരുന്നത്. പിന്നെന്താ ചേച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ, അപ്പൊ നീ എന്നോട് കണക്ക് പറയാണല്ലേ? നിന്റെ ഭർത്താവ് എന്താ നിന്നെ എരിവ് കയറ്റി വിട്ടതാണ് അങ്ങോട്ട്? വെറുതെ വീട്ടിലിരിക്കുന്ന ആളെ പറയല്ലേ ചേച്ചി. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും. അതിനുള്ളിൽ എനിക്ക് എന്റെ കൊച്ചിന്റെ സ്വർണ്ണം എടുത്ത് തന്നേക്കണം. ഇല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ പോയ കാര്യം എന്തായി? ഗോൾഡ് കിട്ടിയോ? ഇല്ല ചേച്ചി, ആ സ്വർണ്ണം ഒരു മനസാക്ഷി ഇല്ലാതെ വിറ്റ് കളഞ്ഞു. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് മേടിച്ച സ്വർണ്ണാന്നറിയോ? ചേച്ചി, അത് വിൽക്കുന്നതിന് മുന്നേ എന്റെ മുഖം ഒന്ന് ആലോചിച്ചോ? പോട്ടെ, എന്റെ കുഞ്ഞിന്റെ മുഖമെങ്കിലും ഒന്ന് ആലോചിച്ചോ? പോട്ടെ, സാരമില്ല. ഇനിയിപ്പോ കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ വയ്യാതായിട്ട് ഇപ്പം 2 മാസമായി. അന്ന് ആക്സിഡന്റ് പറ്റിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. 2 ദിവസത്തെ അവധി ഞാൻ കൊടുത്തിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയായി പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇതാ പറയുന്നത്, ആർക്കും ഒരു സഹായം ചെയ്യാൻ പാടില്ലെന്നുള്ളത്. ചേച്ചി വന്ന് ചോദിച്ചപ്പോ ഒന്നും നോക്കാതെ ഞാൻ എന്റെ കുഞ്ഞിന്റെ കാതലും കഴുത്തിലും കിടന്നതാ ഊരി കൊടുത്തത്. അതിപ്പോ എനിക്ക് തന്നെ വിനയായി തീർന്നു. തിരിച്ചു ചോദിച്ചാലോ? നമ്മൾ പിന്നെ അവരുടെ ആജന്മ ശത്രുക്കളല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? സാരമില്ല, നമുക്കിനിയിപ്പം വേറെന്തെങ്കിലും വഴി നോക്കാം. നീ വിഷമിക്കാതെ. മോളെ, അയ്യോ, അമ്മ എങ്ങനെയാ വന്നത്? അമ്മ ഒറ്റയ്ക്കാണോ വന്നത്? അമ്മ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വരുമായിരുന്നല്ലോ. അമ്മ വാ, ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇപ്പൊ കുടിക്കാനൊന്നും വേണ്ട, നീ അങ്ങോട്ടേക്ക് ഇരിക്ക്. എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താ അമ്മ പറയാനുണ്ടെന്ന് പറഞ്ഞത്? നിനക്ക് കൊച്ചിന് ഫീസ് അടയ്ക്കാനുള്ള പൈസ സെറ്റായോ? ഇല്ലമ്മേ, പല വഴിക്ക് നോക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. പിന്നെ അമ്മയ്ക്കറിയാലോ, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തരി പൊന്നു പോലും ഇല്ല വിൽക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാം അറിഞ്ഞു മോളെ. നിനക്ക് നിന്റെ ചേച്ചിയോട് ദേഷ്യമുണ്ടോ? നിനക്കറിയാലോ, അവള് പണ്ട് തൊട്ടേ കുറച്ച് സെൽഫിഷാ. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും നിന്റെ കൊച്ചിന്റെ സ്വർണം അവളങ്ങ് വിറ്റ് കളയുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഒന്നുമല്ലേലും അവള് നിന്റെ ചേച്ചിയല്ലേ. നീ അവളുടെ അനിയത്തിയാണെങ്കിലും അവൾ ഓർക്കേണ്ടതായിരുന്നു. അവള് ചെയ്തത് തെറ്റ് തന്നെയാ. എന്ത് ചെയ്യാനാ അമ്മേ? മനുവേട്ടന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയില്ലായിരുന്നെങ്കിൽ ചേച്ചിയോട് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. ഇതിപ്പം എനിക്ക് വേറൊരു നിർവാഹം ഇല്ലാത്തോണ്ടായിപ്പോയി. മോള് വിഷമിക്കണ്ട, അതിനൊരു പരിഹാരമായിട്ടാ ഞാൻ വന്നേക്കുന്നേ. ദാ, മോൾ ഇതങ്ങ് മേടിച്ചേ. എന്താ അമ്മ ഇത്? ഇത് നമ്മുടെ തറവാടിന്റെ ആധാരാ. ഇത് ഞാൻ നമ്മുടെ അച്ഛമ്മളുടെ പേരിലോട്ട് അങ്ങ് എഴുതി വെച്ചു. എനിക്കറിയാം നീ ഇപ്പൊ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇതിന്റെ പേരിൽ ആരും ചോദിക്കാനും പറയാനൊന്നും വരത്തില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ പേരക്കുഞ്ഞിന്റെ പേരിൽ ഇഷ്ടദാനം എഴുതി കൊടുത്തേക്കുന്നതാ. അയ്യോ അമ്മ, ഇത് ചേച്ചിക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ? അവൾക്കിപ്പം അവള് കിടക്കുന്നൊരു വീടുണ്ടല്ലോ സ്വന്തമായിട്ട്, അത് തന്നെ ധാരാളമാ. അതും പോരാഞ്ഞിട്ട് അവളുടെ ഭർത്താവിന് ഇപ്പൊ നല്ല ആരോഗ്യമില്ലേ, പണിയെടുത്ത് ജീവിക്കട്ടെ. നീ അവളുടെ കൂടപ്പിറപ്പാന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചോ? ഇല്ലല്ലോ. അപ്പം നിനക്ക് ഇനി ആ ചിന്ത വേണ്ട. നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ, ഞാൻ കുറച്ചു നേരം ചെന്ന് കിടക്കട്ടെ. എടി, നീ എൻ്റെ അമ്മേനെ വശീകരിച്ചെടുത്ത് സ്വത്ത് മുഴുവൻ നിന്റെ പേരിലോട്ടങ്ങ് എഴുതി മേടിച്ചല്ലേ? അമ്മ, അമ്മക്ക് എങ്ങനെ തോന്നി എന്നോട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? ആ വീടും പറമ്പും സ്ഥലത്തിന്റെ പകുതി അവകാശം എനിക്കല്ലേ. ഞാൻ ആരെയും വശീകരിച്ചിട്ടൊന്നുമില്ല ചേച്ചി.
ഞാൻ ആരെയും വശീകരിച്ച് വീടും പറമ്പും എഴുതി മേടിച്ചിട്ടുമില്ല. ആ വീടും പറമ്പും ഞാൻ ആഗ്രഹിച്ചത് കൂടിയില്ല. പിന്നെ ചേച്ചീനെ ഞാൻ സഹായിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് മാത്രമേ അങ്ങോട്ടേക്ക് സ്നേഹമുള്ളെന്ന്. ചേച്ചിക്ക് ചേച്ചിയുടെ അനിയത്തിയാന്നുള്ള ഒരു ബോധം പോലും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും ഇനിയും എനിക്കൊരു വിഡ്ഢിയാകാൻ പറ്റത്തില്ല ചേച്ചിയുടെ മുന്നിൽ. അമ്മ എൻ്റെ പേരിലല്ല വീടും പറമ്പും എഴുതി തന്നിരിക്കുന്നത്, അച്ചുമോളുടെ പേരിലാ. അച്ചുമോൾക്ക് 18 വയസ്സാവാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് ഇപ്പൊ സമാധാനമില്ലേ സ്വത്ത് മുഴുവൻ അവളുടെ പേരിലോട്ട് എഴുതി കൊടുത്തപ്പോ? എടി, നിനക്ക് വല്ല വിചാരം ഉണ്ടായിരുന്നോ ഇത് നിന്റെ അനിയത്തിയും മോളുമാന്ന്? ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവരോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുമായിരുന്നോ? അത് മാത്രമല്ല, ഇവരെന്റെ പിറന്നാളിന് കൊണ്ടു തന്ന മാലയും വളയൊക്കെ നീ ഓരോന്ന് പറഞ്ഞ് ഊരി മേടിച്ചായിരുന്നല്ലോ, ഇന്ന് തരാം നാളെ തരാന്ന്. അതൊക്കെ എന്തിയേ? എനിക്കൊരു അസുഖം വന്നാ ഉടനെ നീ ഇവളെ വിളിക്കും. കാര്യം എന്താ? ഹോസ്പിറ്റൽ ബില്ല് മൊത്തം ഇവളങ്ങ് അടച്ചോളുമല്ലോ. നിന്റെ കയ്യിൽ നിന്ന് നയാ പൈസ ചെലവില്ല. അങ്ങനെയുള്ള നിനക്ക് ഞാനെന്തിനാ എന്റെ വീടും പറമ്പും എഴുതി തരണത്? പിന്നെ നീ പറഞ്ഞല്ലോ നിനക്കും കൂടെ അവകാശപ്പെട്ടതാണ് ആ പുരയിടെന്ന്. ഒരിക്കലുമല്ല. നിന്റെ അവകാശങ്ങളൊക്കെ നിന്നെ കെട്ടിച്ചു വിട്ടപ്പം നിനക്കങ്ങ് തന്നു തന്നെ വിട്ടത്. ഇനി നിന്റെ പേരിൽ ഇവിടെ ഒരു പിടി മണ്ണ് പോലും ഇല്ല. പിന്നെ എന്റെ പേരിലുള്ള തറവാട് ഞാൻ ആർക്ക് എഴുതി കൊടുക്കണമെന്നുള്ളത് എന്റെ ഇഷ്ട. നീ നിന്റെ പണി നോക്ക്. നിങ്ങൾ സ്ഥിരമായിട്ടേ ഇവിടെ തന്നെ അങ്ങ് കൂട്ടിക്കോ. ഇനി എന്റെ അമ്മയെന്ന് പറഞ്ഞ് എന്റെ അടുത്തോട്ട് വന്നു പോയേക്കരുത്. ഇന്നത്തോടെ തീർന്നു ഈ ബന്ധം. അമ്മേനെ ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി. എനിക്കതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. ചേച്ചിയുടെ വീട്ടിലായിരുന്നപ്പോഴും ഞാനല്ലേ മന്തിലും അമ്മയ്ക്കുള്ള ചെലവിനുള്ള പൈസ അയച്ചു തന്നുകൊണ്ടിരുന്നത്. അതിപ്പോ ഇവിടെ സ്ഥിരം നിന്നാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ അമ്മയല്ലേ. എൻ്റെ മനുവേട്ടന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ചേച്ചിയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. പിന്നെ ഓരോ സന്ദർഭങ്ങളിലാണല്ലോ ഓരോരുത്തരെ മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനായിട്ട് ഞാനിത് കൂട്ടിക്കൊള്ളാം. മനുവേട്ടന് നല്ല ജോലിയും സാലറിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു ചേച്ചി ചുറ്റിനും, ഈ പറയുന്ന ചേച്ചി അടക്കം. ആ ആള് ഒന്ന് ഇരിപ്പിലായപ്പോഴത്തേനും എന്തൊക്കെയാ ചേച്ചി കാണിച്ചു കൂട്ടിയത്? അതൊന്നും ഞാൻ അത്ര പെട്ടെന്ന് മറക്കത്തില്ല. ഇങ്ങനെ ഒരു ഉപകാരം ഇല്ലാത്ത മനുഷ്യന്മാര് കൂടെ ഇല്ലാത്ത തന്നെയാ ചേച്ചി നല്ലത്. അതിപ്പം കൂടപ്പിറപ്പാണെങ്കിൽ പോലും. അവള് പറഞ്ഞത് കേട്ടില്ലേടി? ഇറങ്ങി പോവാൻ നോക്കുന്നേ.